പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തെ അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാണ്. കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പെസ്സുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഈശോയെ, മാരകരോഗങ്ങൾ, മറാവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്നെ ആശ്രയിക്കുന്ന നിരാശന ഇടയാക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്നത്തെ ദിവസം സഞ്ചരിക്കുന്ന വഴികൾ, സംസാരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സംരംഭങ്ങൾ, ഓഫീസുകൾ, അതുപോലെ തന്നെ ഇടങ്ങൾ, വീടുകൾ, അവരോട് സംസാരിക്കുന്ന വിഷയങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുകയും
നിങ്ങൾക്ക് സംസാരിക്കാൻ ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കുകയും അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കുകയും ഹൃദയം ഭാരപ്പെടാതിരിക്കുകയും നിൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ മുദ്ര വെക്കുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ അവർക്ക് അങ്ങ് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ, നിൻ്റെ കുഞ്ഞുങ്ങളെ ആശീർവദിക്കട്ടെ. നീ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ വിഷയവും, വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ കണ്ടുപിടിക്കേണ്ട സബ്ജക്റ്റുകൾ, കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ രാജ്യങ്ങൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ ഇടയാക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നീ കുഞ്ഞുങ്ങൾ, സാധാരണ മനുഷ്യർ, കന്നുകാലികളെ കൊണ്ടും ആടുമാടുകളെ കൊണ്ടും ജീവിക്കുന്നവരുണ്ട്, കൃഷിയിടങ്ങളെ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങളുണ്ട്. എല്ലാവരും അനുഭവിക്കുന്ന അടിസ്ഥാന തൊഴിലവസരങ്ങളുടെ മേലുള്ള മറ്റുള്ളവരുടെ കടന്നുകയറ്റവും അതുമൂലം ഉണ്ടാകുന്ന വിലത്തകർച്ചയും അതുമൂലം ഉണ്ടാകുന്ന കടക്കയറ്റങ്ങളിലുമെല്ലാം രക്ഷിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ചൈതന്യം നിന്നിലേക്ക് ആവശ്യിക്കുകയും നിന്നെ കർത്താവ് സംരക്ഷിക്കുകയും ചെയ്യട്ടെ. കെട്ടിച്ചു വിട്ട മക്കളെ, ക്ലേശങ്ങളോട് തിരിച്ചു വന്നിരിക്കുന്നവർ, ഗർഭിണിയായ മക്കൾ, ഗർഭശിശുക്ക രോഗങ്ങളുള്ളവർ, കുടുംബത്തിൽ കലഹങ്ങളുള്ളവർ, അസമാധാനമുള്ളവർ, അകന്നു താമസിക്കുന്നവർ, ഒന്നു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വ്യത്യസ്തമായ കാര്യങ്ങൾക്കും ജോലിക്കും വേണ്ടി അന്യനാടുകളിലേക്ക് പോയിരിക്കുന്നവർ അവർ സമാധാനം തിരിച്ചെത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരവിടെ തന്നെ കർത്താവിൻ്റെ കടങ്ങൾ പരിഹരിക്കപ്പെടുകയും അവർക്കുണ്ടാകുന്ന തൊഴിൽ തകർച്ചകളെയും രേഖാമൂലമായ തകർച്ചകളെയും എല്ലാം കർത്താവ് പരിഹരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോകാൻ പോകുന്നവരെ, പിന്നീട് പുതുക്കി കിട്ടാത്തവരെ അത് പുതുക്കി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 8 ദിവസങ്ങളുടെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് വിസ പുതുക്കാത്തവർക്ക് 8 ദിവസങ്ങൾ അത് പുതുക്കി കിട്ടുവാനും 8 ദിവസങ്ങളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു കർത്താവാണെന്ന് പറഞ്ഞതിന് പിശാചിന് പോലും പ്രൊവിഷനുണ്ട്. അയാൾക്ക് നടക്കുന്ന കാര്യമാണത്. അതുകൊണ്ടാണ് 2:19 പറയണത്, യാക്കോബ് യേശു കർത്താവാണെന്ന് പിശാച് പറയേണ്ടത്. യാക്കോബ് 2:19 ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുകളും അങ്ങനെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. ഭയന്ന് വിറക്കുക മാത്രമേ ഉള്ളൂ, അതിനുവേണ്ടി നിലനിൽക്കത്തില്ല അവൻ. ഉയർപ്പിൻ്റെ ഫലങ്ങളില്ലേ, ദൈവവിശ്വാസത്തിന് ഫലങ്ങളുണ്ടാകും. ഫലങ്ങളെ കൊണ്ടല്ലേ വൃക്ഷത്തെ അറിയണത്. അതാണ് വിഷയം. ഉയർപ്പിൽ വിശ്വസിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഉയർപ്പ് അംഗീകരിക്കണം. അംഗീകരിക്കുമ്പോൾ എന്ത് പറ്റും? അംഗീകാരത്തിൻ്റെ ഫലങ്ങളുണ്ടാകും. കർത്താവ് ഫലങ്ങളുണ്ടാകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഉയർപ്പ് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗം മാത്രമാണ്, 30%. ഉയർപ്പിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുകയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലങ്ങളുണ്ടാകും. അപ്പോൾ ഉയർപ്പിൻ്റെ ഫലങ്ങളാണ് ഉയർപ്പിനെ സാധൂകരിക്കണത്. നീ ഉയർപ്പിൽ കർത്താവിൻ്റെ ഉയർപ്പ് അംഗീകരിക്കുന്നു എന്നുള്ളത് നിൻ്റെ ഫലങ്ങളിൽ നിന്നാണ് വരണത്. അതാണ് ഇവിടുത്തെ പ്രശ്നം മുഴുവനും. ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരിയേറെ ആരോപണങ്ങൾ ഒക്കെ വരത്തില്ലേ? അപ്പം ആരോപണങ്ങളൊക്കെ വരണം നല്ലതായി ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്താണ്? അതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങാണ്. നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ ജാഗ്രതയാണ് ഇതുപോലെയുള്ള വിമർശനങ്ങൾ. അപ്പം നമ്മൾ നമ്മുടെ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളല്ല, അതിനകത്ത് നുണമുണ്ടോ തെറ്റുണ്ടോ അത് അവരും ദൈവമായിട്ട് ഉത്തരിക്കേണ്ടതാണ്. നമ്മളെ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നമ്മളൊരു ശുശ്രൂഷ ചെയ്യുന്നു, അത് ആഴമായ ബോധ്യത്തോട് ചെയ്യുന്നതുകൊണ്ട് ദൈവം ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. അത് കാണുമ്പോൾ പിശാചിന് എന്തിനൊക്കെ തോന്നും, ആരെങ്കിലൊക്കെ എടുത്ത് ഉപയോഗിക്കുവാൻ. അതൊന്നും അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല നമുക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈശോ എന്താ പറഞ്ഞത്? യൂദാസിനോട് പോലും പറഞ്ഞത് എന്താണ്? നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യണം, അതിനകത്ത് ഒരു പ്രശ്നമില്ല. അത് നിന്റെ കഴുത്തെ പിടിക്കാനോ കയ്യെ പിടിക്കാനോ നിനക്കെതിരെ കേസ് കൊടുക്കാനോ അയാൾ ഇവിടെ റെഡി. ഈശോ യൂദാസിനോട് അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ അതിനൊന്നും നിൽക്കത്തില്ലെന്ന് പറയും. എന്താണ്? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. എന്തോ ഒരു വചനമാണ് അത് ശരിക്കും പറഞ്ഞാൽ. അപ്പം നിങ്ങളെപ്പോഴൊന്ന് ഓർക്കണം. ഇപ്പം പിതാവിൻ്റെ കൃപാസനത്തെക്കുറിച്ചാണെങ്കിലും ആദ്യകാലം മുതൽ ഇതിൻ്റെ ഉള്ളതെല്ലാം പുതിയ പുതിയ ദൈവാനുഭവങ്ങളായത് കാരണം ഇതൊരു മൂവ്മെൻറ്റ് വരുമ്പോഴേ, ഇപ്പം കാരിസ്മാറ്റിക് മൂവ്മെൻറ്റ് തന്നെ വന്ന കാലത്ത് ഭയങ്കര വിമർശനങ്ങളല്ലായിരുന്നു. ഇപ്പോഴും അതിൻ്റെ വിമർശനങ്ങളുണ്ട്.
അപ്പോൾ വിമർശിക്കുന്നവർ എല്ലാ മേഖലകളിലും ഉണ്ടാകും, എല്ലാ വിഷയങ്ങളെക്കുറിച്ച് വിമർശിക്കും. അപ്പോൾ പക്ഷേ എന്താ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ? അവർ പറയണത് ശരിയാണോ? ശരിയാണെങ്കിൽ നമ്മളെ തിരുത്തണം. അല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ പ്രശ്നം? കാര്യം വളർത്തുന്നത് ആരാണ്? ദൈവം വളർത്തിയെന്നല്ലേ പറയണത്. 1 Corinthians 3:6 ഞാൻ നട്ടു അപ്പോളോ നനച്ചു എന്നാൽ ദൈവമാണ് വളർത്തിയത്. അപ്പോൾ ഒരു പ്രസ്ഥാനമായ ശുശ്രൂഷയെ വളരണത് എങ്ങനെയാ? ദൈവമാണ് അതിനെ വളർത്തുന്നത്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ കൃപാസനത്തെ ദൈവം വളർത്തുന്ന ഒരു വലിയ മിഷൻ ഫീൽഡാണത്. ദൈവത്തിൻ്റെ കൈവെട്ടാനാക്കാൻ പറ്റത്തില്ല. ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ എന്ത് ചെയ്യും? നടുകയും ചെയ്യും, നനയ്ക്കുകയും ചെയ്യും. അതേ ഞങ്ങൾക്കൂടെ പറഞ്ഞിട്ടുള്ളത്. ദൈവം തരുന്നത് ഞങ്ങൾ നടും, ഞങ്ങളുടെ കൂടെ ഉള്ളവർ അത് നനക്കും. പക്ഷെ വളർത്തുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ വളർച്ചയെക്കുറിച്ച് ഞങ്ങൾക്ക് അവരങ്ങനെ വിമർശിക്കുമ്പോൾ അയ്യോ ഇത് വളരാതിരിക്കുമോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതല്ലേ വളരെ ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യമായിട്ട് നിൽക്കുന്നത്. എന്താ കാര്യം? അവരെ നമ്മളെന്താണ് ചെയ്യേണ്ടത്? അവരെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യാവൂ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവ വഴി പോണവന് എപ്പോഴും ശത്രുക്കളവരെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷേ നമ്മുടെ സത്യങ്ങൾ പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്, അത് മറച്ചു വെക്കരുത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ വിളക്ക് മുറം കൊണ്ട് മൂടരുത്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പറയും. കള്ളത്തരമൊന്നും പറയരുത്. കൃപാസനത്തെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പോരാടികളൊന്നും ആകേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതിൻ്റെ കാർഡിൽ കമൻറ്റ് ചെയ്യണം, എൻ്റെ അനുഭവം ഇതാണെന്ന് പറയണം. അങ്ങനെ എത്രയോ പേര് പറയുന്നുള്ളതറിയാവോ? കാര്യം എന്താണ്? തിന്മയെ എപ്പോഴും നന്മ കൊണ്ടാണ് ജയിക്കേണ്ടത്. റോമ 12:21 തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർ. അതെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. അപ്പൊ നമ്മൾക്ക് കറക്റ്റായുള്ള സ്റ്റാൻഡിങ് നിശ്ചയം തന്നിട്ടുണ്ട്. തിന്മ കൊണ്ടല്ല കീഴടക്കേണ്ടത്. അവർ നമ്മളെ തന്ത വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചു തന്ത വിളിക്കുകയല്ല ചെയ്യേണ്ടത്. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാം. അപ്പം തിന്മയേക്കാൾ ബലമുള്ള ആയുധമാണ്. ഇപ്പം അവരുടെ കയ്യിൽ ഇരിക്കുന്നത് ഒരു പിസ്റ്റോളാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പീരങ്കിയാണ്. അതാണ് വ്യത്യാസം. തിന്മയെ ഈശോയാണ് പറഞ്ഞത്, തിന്മയെ കീഴടക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം നിങ്ങൾക്ക് തരാം. അതെന്താണ്? തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. അത് എന്ത് ചെയ്യണം? നിങ്ങളും തിന്മയിലേക്ക് പോകരുത്. കാര്യം നമ്മുടെ പ്രാർത്ഥന മൊത്തം തിന്മയിൽ നിങ്ങൾ രക്ഷിക്കണമെന്നല്ലേ. പിന്നെ എങ്ങനെ നമ്മൾ തിന്മ ചെയ്യണേ? നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? സ്വർഗ്ഗസ്ഥനായ പിതാവിൽ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിങ്ങൾ രക്ഷിക്കണമേ. അപ്പോൾ പിന്നെ എന്താ നമുക്ക് തിന്മ വരാണത്? തിന്മ ചെയ്യേണ്ട കാര്യം എന്ത്? തിന്മയിൽ നിന്ന് രക്ഷിക്കണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് കുടുങ്ങിയാൽ എങ്ങനെയും അപ്പം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യും? ശത്രുക്കളെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. റോമ 12:14 നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അതാ സംഭവം. ശപിക്കുക പോലും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കാര്യത്തിന് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നവന് ആത്മാവിൻ്റെ ഫലങ്ങളിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയല്ലേ സഭ ഇവിടം വരെ എത്തിയത്. ഇപ്പം സഭ ഏകാഗ്രമായിരിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാനും മറ്റ് സഭയ്ക്ക് അനുയോജ്യമല്ലാത്ത തീരുമാനങ്ങളോ ചെയ്തികളോ വരാതിരിക്കാൻ വേണ്ടി ജാഗ്രത ഉണ്ടാകണ ആണ് സഭയുടെ ശുശ്രൂഷകരുടെ ലക്ഷ്യം. കാര്യം നമ്മൾക്കൊരു ബാക്കി എന്താണ്? ബാക്കിയെല്ലാം കർത്താവാണ് ക്രമീകരിക്കുന്നത്. ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കണമെന്ന് ഈശോ പറഞ്ഞില്ലേ. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ അത് പറഞ്ഞപ്പോൾ ഈശോയുടെ വചനങ്ങൾ വ്യാഖ്യാനിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ സഭയിൽ കണ്ടത് നിങ്ങൾ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുന്നുണ്ട് ആൾക്കാരെ. പിന്നെ എന്നാലും ചെറിയ അണ്ണന്മാരൊക്കെ ഉള്ളിൽ എന്നാലും നീ എനിക്കിട്ടങ്ങനെ പണിതല്ല, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് നിങ്ങൾ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവുന്നു. അത് കറക്റ്റ് ചെയ്ത് ചെത്തിച്ചേർപ്പിച്ചിരിക്കുകയാണ് അവിടെ. അതെന്തിനാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് നിങ്ങൾ പ്രവർത്തനക്ഷമമാകാൻ വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ നിർദ്ദേശം നൽകി. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് കൃപാസനത്തിൽ നിന്ന് ആദ്യമായിട്ട് ലിവിങ് ഒറക്കിൾസ്, ജീവവചസ്സുകൾ എന്ന വലിയൊരു
ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുകയാണ്. ഇത് ഒരു സാക്ഷ്യ വചന ശുശ്രൂഷയാണ്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ 3-4 മാസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞായിരുന്നു, കൃപാസനത്തിലെ ആദ്യത്തെ ഒരു സമർപ്പിത വ്യക്തി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ കൂടെ കഴിഞ്ഞ 13 വർഷക്കാലം ശുശ്രൂഷ ചെയ്തു. ഉടമ്പടിയുടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട അച്ഛനോട് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് കൂടുതൽ വിശ്വാസത്തോടെ തീക്ഷ്ണതയോടെ അതിൽ മുന്നേറുവാൻ ഉതകുന്ന ഒരു വചന ശുശ്രൂഷ നയിക്കണമെന്ന് അച്ഛൻ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. ഒരുപാട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവമാതാവും ദൈവപിതാവും വെളിപ്പെടുത്തി തന്ന ഒരു വചന ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 38-ാം തിരുവചനം. അവിടെ വാഗ്ദാന നാട് തേടിയുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മോശ എന്ന വലിയ പ്രവാചകനാണ്. അവിടെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജനത്തിനു വേണ്ടി ജീവവചസ്സുകൾ സ്വീകരിച്ചത് മോശ എന്ന മഹാപ്രവാചകനാണ്. അപ്പോൾ ദൈവപിതാവ് വലിയൊരു വെളിപ്പെടുത്തൽ നൽകുകയായിരുന്നു. ശുശ്രൂഷയുടെ പേര് അതുതന്നെയാണ്, ലിവിങ് ഒറക്കിൾസ് അഥവാ ജീവവചസ്സുകൾ. ഈ ശുശ്രൂഷയുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ഈ ഒരു സാക്ഷ്യ വചന ശുശ്രൂഷയിൽ വിശകലനത്തിനായി എടുക്കുന്നത് ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രൽ ഇടവാംഗമായ സുനിമോൾ വിൻസെന്റിന്റെ വലിയൊരു സാക്ഷ്യമാണ്. ഈ ഒരു സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് തുടർന്ന് നിങ്ങൾക്ക് ഈ വചന സാക്ഷ്യ വിശകലന ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. ഈ ഒരു സാക്ഷ്യത്തിന്റെ പ്രത്യേകത വലിയൊരു വിശ്വാസ വെളിച്ചം നമ്മളിലേക്ക് പകുത്തു തരുന്ന, അതിനേക്കാൾ അപ്പുറത്ത് ദൈവപിതാവ് തന്നെ നേരിട്ട് ഒരു മകളെ എങ്ങനെയാണ് ഒരു വ്യക്തി ആത്മീയ ജീവിതത്തിൽ മുന്നേറേണ്ടത്, സഹനങ്ങളിൽ നിൽക്കുമ്പോഴും എങ്ങനെയാണ് ദൈവമാതാവിൻ്റെ കരം പിടിച്ച് മരിയൻ ഉടമ്പടിയെടുത്ത് മുന്നേറേണ്ടതെന്ന് നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയൊരു സാക്ഷ്യമാണത്. സുനിമോൾ വിൻസെന്റിന്റെ സാക്ഷ്യം ഈ ശുശ്രൂഷയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് പോയി വാച്ച് ചെയ്യാവുന്നതാണ്. സുനിമോൾ വിൻസെന്റിന്റെ സാക്ഷ്യം ഇപ്രകാരമാണ്. 2015 മുതൽ വലിയൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് സുനിമോൾ. കൃപാസനത്തിന്റെ മുമ്പിൽ കൂടി ഒരുപാട് നാളുകളായി യാത്ര ചെയ്യുമെങ്കിലും ഒരിക്കൽ പോലും കൃപാസനത്തിലോട്ട് കയറാൻ ആ അമ്മയ്ക്ക് തോന്നിയിട്ടില്ല. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒരു കാരണമായിട്ട് അമ്മ പറയുന്നത് ഇപ്രകാരമാണ്. അപ്പം ഞാൻ ഇതിലെ എല്ലാ ദിവസവും ഇതുവഴി കൊച്ചിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും കൃപാസനത്തിലേക്ക് വരണമെന്ന് തോന്നിയില്ല. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നു, ഇവിടെ എനിക്ക് കയറി നിൽക്കാൻ പറ്റത്തില്ല. കാര്യം ഒന്ന്, എൻ്റെ കാലെന്ന് ആക്സിഡൻ്റായി, കമ്പി ഇട്ടതാണ്. അപ്പം എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് കാലിന് വളയത്തില്ല, അപ്പം നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃപാസനം ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കയറാൻ പറ്റാത്തൊരു സ്ഥലമായിട്ടാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരിക്കൽ ദൈവപിതാവ് ഈ മകളെയും കൃപാസനത്തിലോട്ട് ആകർഷിച്ചു, വലിയ വിശ്വാസ ബോധ്യങ്ങൾ നൽകുന്നതിന് വേണ്ടി. അതിനെപ്പറ്റിയാണ് ഈ അമ്മ തുടർന്നുള്ള തൻ്റെ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നത്. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഈ മകളുടെ ജീവിതത്തിൽ നടക്കുകയാണ്. അതായത് നീണ്ട 14 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് രോഗം പോലും ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് രോഗനിർണയത്തിലേക്ക് ഈ അമ്മ എത്തുകയാണ്. അതായത് ന്യൂറോ സാർക്കോയിഡോസിസ് എന്ന അപൂർവ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ് ഈ അമ്മയ്ക്ക്. ഈ സാക്ഷ്യത്തിൽ ഉടനീളം ഈ അമ്മ പറയുന്നുണ്ട്, എൻ്റെ ഞരമ്പിനെ, മസിലിനെ, ബോൺസിനെ എല്ലാം ഈ അസുഖം ബാധിച്ചു. എനിക്ക് ഒന്ന് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ ഞാൻ മരിയൻ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായിട്ട് ഒരു ഡോക്ടർ എൻ്റെ രോഗം ആദ്യമായി നിർണയിച്ചു.
അതിനുശേഷം ഈ അമ്മ പറയുന്നുണ്ട്, ഞാൻ മാതാവിനോട് വ്യക്തിപരമായി സംസാരിക്കാൻ പഠിച്ചു. അത് ഇവരുടെ ആധ്യാത്മിക നിലവാരത്തിൽ വന്നൊരു മാറ്റമാണ്. മരിയൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുമായി നേരിട്ട് തൻ്റെ വിഷമതകൾ പറയാൻ ഈ അമ്മ ആരംഭിച്ചു. ശേഷം നടക്കുന്നത് നമുക്കറിയാം, കൃപാസനത്തിലെ മാതാവ് സഞ്ചാരി മാതാവാണ്. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന മാതാവാണ് കൃപാസനത്തിലെ അമ്മ. ഈ അമ്മയുടെ വീട്ടിലേക്കും സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തി, കൂടെ ഈശോയും സഞ്ചരിച്ചെത്തി. അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈശോ വന്നപ്പോൾ ഈ അമ്മ വിചാരിച്ചത് ഇപ്രകാരമാണ്. നമ്മൾ സാധാരണ ഈശോ വരുമ്പോൾ എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് വരുന്നതെന്നുള്ള പലർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഈ അമ്മയും അതുപോലെ തന്നെയാണ് ചിന്തിച്ചത്. ഈശോ വന്നു, ഇനി എൻ്റെ സമയം അടുത്തു. കാരണം മരിയൻ ഉടമ്പടിയിലെ നിയോഗങ്ങൾ തന്നെ ഈ അമ്മ വെച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവി വിദ്യാഭ്യാസ പഠനങ്ങളെ പറ്റിയാണ്. കാരണം ഞാൻ മരിച്ചു പോകും, അതുകൊണ്ട് ദൈവമാതാവ് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ വിഷയം ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് മക്കളുടെ പഠനവും സമാനമായ വിഷയങ്ങളും ഒക്കെ ഉടമ്പടിയിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈശോ വന്നപ്പോൾ ഈ അമ്മ വിചാരിക്കുന്നത് എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണെന്നാണ് സുനിമോൾ വിൻസെൻ്റ് എന്ന ഈ അമ്മ വിചാരിക്കുന്നത്. പക്ഷേ ഈശോ വന്ന് ഈ അമ്മയുടെ ബെഡിലിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും വന്നു, ദൈവമാതാവും വന്നു, ഈശോയും വന്നു. ഇവരിങ്ങനെ സംസാരിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഈ അമ്മയ്ക്ക് തീരെ വയ്യ, എഴുന്നേറ്റ് ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കുറേ സമയം മുമ്പോട്ട് പോകുമ്പോൾ ഈശോ ഒരു സത്യം ഈ സുനിമോൾ വിൻസെൻ്റ് എന്ന മകൾക്ക്, പ്രിയ മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈശോ ചോദിച്ചത് ഇപ്രകാരമാണ്, ഇത്രയേറെ സഹനങ്ങളിലൂടെ നീ കടന്നു പോകുന്നു. എനിക്കറിയാം നീ ഈശോയുടെ കുരിശുരൂപത്തെ സ്നേഹിക്കുന്ന ആളാണെന്ന്. കാരണം ഈ അമ്മ പറയുന്നുണ്ട്, എത്ര വയ്യെങ്കിലും ഞാൻ ഞായറാഴ്ച കുർബാന മുടക്കാറില്ല. ഈശോയുടെ കുരിശുരൂപത്തെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അപ്പം ഇതെല്ലാം അറിയാവുന്ന ഈശോ ഈ മകളോട് ചോദിക്കുകയാണ്, നീ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. സ്വർഗീയ പിതാവിനെ അപ്പ എന്ന് അറിഞ്ഞ് വിളിച്ച് നീ സ്നേഹിക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യമാണ് ഈശോ ഈ മകളോട് ചോദിക്കുന്നത്. കിടന്നു കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ രണ്ടുപേരും ഉണ്ട്. ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, രണ്ടുപേരും പോയിട്ടില്ലല്ലോ. അപ്പം ഈശോ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടൊരു ചോദ്യം എന്നോട് ചോദിച്ചു, നീ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നുവോ? ആദ്യം ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും ഈ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഈശോയെ ഒരിക്കലും ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഈ മകൾ ഉത്തരം പറയുകയാണ്, ഒരിക്കലുമില്ല. ഞാൻ ഇങ്ങനെ സ്വർഗീയ പിതാവേ എന്നൊക്കെ വിളിച്ച് ലുത്തിനിയ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവപിതാവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ദൈവപിതാവിനെ ഞാൻ ഇന്നേ വരെ അറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന വചനഭാഗം ലിവിങ് ഓറക്കിൾസിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ആദ്യത്തെ ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും ആ ഫലം പുറപ്പെടുവിച്ച് അതിൽ നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് നൽകപ്പെടും. അതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനം. ഉടമ്പടി എന്നത് വലിയൊരു തിരഞ്ഞെടുപ്പാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. അപ്പോൾ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് കൃപാസനത്തിലോട്ട് ഓരോ വ്യക്തിയും വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ മരിയൻ ഉടമ്പടിയെടുത്ത് മുന്നേറി വലിയ ജീവിത സഹന സാഹചര്യങ്ങളിലൂടെ മുന്നേറുന്ന മക്കളോട് ഈശോയ്ക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നീ മകനെ, മകളെ, നീ എൻ്റെ പിതാവിനെ സ്നേഹിക്കണം. ആ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. യോഹന്നാൻ 15:16. നിലനിൽക്കുന്ന ഒരു കൃപ നമുക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും വരുന്ന പ്രകാശത്തിൻ്റെ പിതാവിനെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം.
വീണ്ടും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല, എന്നാൽ എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന്. ഈ ഒരു സുനിമോളുടെ സാക്ഷ്യത്തിലും നമുക്കത് കാണാൻ പറ്റും. ആ മകൾ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രൂശിത രൂപത്തെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, ക്രൂശിതനെ ഞാൻ വല്ലാതെ പ്രണയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രോഗാവസ്ഥകളിലും ഞാൻ നിരങ്ങി ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. എങ്കിൽ പോലും ഈശോ നേരിട്ട്, ഈശോയും ദൈവമാതാവും ഭവനത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും സുനിമോൾ എന്ന മകള് രോഗസൗഖ്യത്തിന് വേണ്ടി ചോദിക്കുന്നില്ല. കാരണം ആ കൂടെ വസിപ്പിൻ്റെ ആ മാധുര്യം മനസ്സിലാക്കിയ, സഹനത്തിൻ്റെ വില മനസ്സിലാക്കിയ അമ്മ പറയുന്നുണ്ട്, എനിക്കറിയാം ദൈവപിതാവ് എപ്പോഴാണെങ്കിലും എൻ്റെ പ്രാർത്ഥന കേൾക്കും, ഈശോ അതിന് ഉത്തരം നൽകുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരിക്കലും ആ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. പിന്നീട് സുനിമോൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ രോഗമൊന്നും മാറ്റണ്ട, എനിക്കറിയാം ഇത് ഒരു കൃപയുടെ സമയമാണെന്ന്, അതുകൊണ്ട് ഒരു ഓഗസ്റ്റിലെങ്കിലും എൻ്റെ രോഗം മാറ്റിത്തന്നാൽ മതിയെന്ന് സുനിമോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്. തുടർന്ന് നമ്മൾ ഈ സാക്ഷ്യത്തിൽ കേൾക്കുന്നുണ്ട്, ഏപ്രിൽ മാസം ആയപ്പോൾ ഈ സഹോദരി സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടി. ഇപ്പോൾ ഒത്തിരിയേറെ ഫയലുകളും മറ്റും എടുക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഒട്ടും വയ്യാതെയായി. അപ്പോൾ അവൾ ചോദിക്കും, എനിക്ക് ഒന്ന് കൈ പൊക്കാൻ ഒന്ന് അനുവദിച്ചു തരണമേ. ഉടനടി ദൈവപിതാവ് അതിന് ഉത്തരം കൊടുക്കും, കൈ ഉയർത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്: മരിയൻ ഉടമ്പടിയെടുത്ത് അതിൻ്റെ കൃപയിൽ നിത്യതയോളം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആദ്യം തന്നെ ഈ ആലയത്തിലേക്ക് കാല് കുത്തുമ്പോൾ തന്നെ തീരുമാനമെടുക്കണം. ഞാൻ ദൈവകൃപയിൽ മരിയൻ ഉടമ്പടി പുതുക്കാൻ ഈ ഒരു ആലയത്തിലോട്ട് കടന്നു വരാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു ഉടമ്പടി ചൈതന്യത്തിൽ ഞാൻ മരണം വരെ, അന്ത്യം വരെ നിലനിൽക്കും. ഇവിടെയാണ് ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങളും കൂടെ വസിപ്പ്, അതായത് സ്വർഗത്തിലുള്ള ഈശോയും ദൈവമാതാവും ദൈവപിതാവിനെ നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്ത ഒരു മകളുടെ സാക്ഷ്യത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്: ഇവിടെയാണ് നമ്മുടെ ഈ കൂടെ വസിപ്പിൻ്റെ മാധുര്യം നമ്മൾ മനസ്സിലാക്കി മരിയൻ ഉടമ്പടിയുടെ സാന്നിധ്യത്തിൻ്റെ വലിയ അവബോധത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുന്നത്. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂദന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ